beautiful souls, welcome back to my channel and I'm so happy and excited to be here with another video. I hope all my friends are safe and doing awesome today. Lovers in separation and what is their current feelings, current situation and what's happening. സോ ഇതാണ് ഇന്ന് നമ്മൾ ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലായിരിക്കും. അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നെക്സ്റ്റ് മൂവ് എന്താണെന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അവരായിട്ടുണ്ടായിരുന്ന ഒരു കുറച്ച് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരായിട്ടുണ്ടായിരുന്ന കുറച്ച് ടൈംസ് ഒക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ദെൻ സെലക്ട് വൺ കളർ ഓർ വൺ നെയിൽ പോളിഷ്. സോ ഞാനിവിടെ 3 നെയിൽ പോളിഷാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിസ്ത കളർ, പിങ്ക് കളർ ആൻഡ് റെഡ് കളർ. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ, ദെൻ സെലക്ട് വൺ കളർ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് പിസ്ത കളർ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത ആൾക്കാർ. ലവേഴ്സ് ഇൻ സെപ്പറേഷൻ, വാട്ട് ഈസ് ദെയർ കറന്റ് ഫീലിംഗ്, വാട്ട് ഈസ് ദെയർ നെക്സ്റ്റ് മൂവ് ആൻഡ് വാട്ട്സ് ഹാപ്പനിങ്. On top you have the Tower. So definitely it's an end, അല്ലേ? എൻഡ് ആയിട്ടുള്ള, നിങ്ങൾ എൻഡ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ എൻഡായി, ലൈക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ളതാണ്. ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഒരുപാട് പെയിൻഫുൾ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അവർ ട്രൈ ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെ? ഒരുപാട് അവർ ശ്രമിച്ചിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്ക് അതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. മേ ബി ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. സോ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷമാണ്, ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ അവർ ആക്ച്വലി എൻജോയ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാണ്, ഓക്കെ? മേ ബി നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കോമൺ ഫ്രണ്ട്സ് ത്രൂ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ കോളേജ് മേറ്റ്സോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലേ? സോ നിങ്ങൾ ആക്ച്വലി ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സോ മേ ബി നിങ്ങൾ ജോലി സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും, അവർ നിങ്ങൾ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ സ്കൂൾ മേറ്റ്സോ അല്ലെങ്കിൽ കോളേജ് മേറ്റ്സോ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, ഓക്കെ? നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ വിചാരിച്ചിരിക്കുന്നത് എൻഡ് ആണെന്നുള്ളത്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, പെർമനൻ്റ്ലി സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പം കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല, സംസാരിക്കുന്നൊന്നും ഉണ്ടാവില്ല. അത് അവർ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിലുണ്ടാവും. മേ ബി ഡിഫറെൻറ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, ഓക്കെ? അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റിലീജിയൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്താൽ നല്ല മൊമെന്റ്സ് ഒക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു, ഓക്കെ? മേ ബി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കോളിന് അല്ലെങ്കിൽ മെസ്സേജിനൊക്കെ വേണ്ടിയിട്ട് ദേ ആർ ആക്ച്വലി വെയിറ്റിംഗ്. സോ അതുപോലെ തന്നെ അവർ ഒരുപാട് ഇമോഷണലായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. അവർക്ക് ആ ഒരു ലവ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളുടെ ഒരു കോളിന് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയമായിരിക്കും. ഇപ്പം ആക്ച്വലി ദേ ആർ വെയിറ്റിംഗ് ഫോർ യു, ഓക്കെ? ദേ ആർ വെയിറ്റിംഗ് ഫോർ എ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനൊക്കെ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ടാവും, അല്ലേ? മേ ബി നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഭയങ്കര ഒരു ഫിസിക്കൽ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെ? ഭയങ്കര ഒരു ലൈക്ക് നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും ഈ വ്യക്തിയായിട്ട്. ഫിസിക്കലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെ? എന്തൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പുറത്ത് വരാൻ ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടാവും.
ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്ത ആ നല്ല മൊമെന്റ്സ് ഒക്കെ അവർക്ക് അവരെപ്പോഴും അവരുടെ ഓർമ്മയിലുണ്ട്. ഓക്കെ, അവരുടെ ഒരു നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു സ്നേഹം അവർക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. മേ ബി കുറച്ച് സമയം എടുക്കും, ബട്ട് ഡെഫിനറ്റ്ലി ദേ വിൽ കം ബാക്ക്. ഇപ്പം അവര് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കും ആര് ആദ്യം വിളിക്കും അല്ലെങ്കിൽ സംസാരിക്കും എന്നൊക്കെ ഉള്ളത്. രണ്ടാൾക്കും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യാണ്. മേ ബി ചില കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ. ഓക്കെ, സംസാരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഉണ്ട്. ദേ ഹാവ് ദറ്റ് ഇമോഷണൽ കണക്ഷൻ വിത്ത് യു, ഓർ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിത്ത് യു. ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. സോ ദേ വോണ്ട് ടു എക്സ്പ്രസ് ദെയർ ലവ്. ഓക്കെ, സോ ദേ വോണ്ട് ടു എക്സ്പ്രസ് ഇറ്റ്. പക്ഷെ അവർക്കിപ്പം കുറച്ച് ചില കാര്യങ്ങൾ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും എക്സ്പ്രസ് ചെയ്യുന്നതിൽ. ഓക്കെ, മേ ബി കുറച്ച് സമയം എടുത്തിട്ട് അവർ പതുക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അവരെന്തായാലും വരും. ദേ വിൽ ഓഫർ ദാറ്റ് ലവ് ബാക്ക്. പക്ഷേ കുറച്ച് പതുക്കെയായിരിക്കും. മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും, കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലായിരിക്കും. പക്ഷേ അവർ നിങ്ങൾ രണ്ടാളും ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി അവർ കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ. പക്ഷേ ഡെഫിനറ്റ്ലി ദേ വിൽ കം ബാക്ക്. സോ അതാണ് പിസ്ത കളർ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ റീഡിങ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. സോ പിങ്ക് കളർ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത ആൾക്കാർ, ലവേഴ്സ് ഇൻ സെപ്പറേഷൻ. What is their current feelings and what's happening? What is their next move? Lovers are in separation. On the top. മേ ബി അവർ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരിപ്പം ഒരു ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയമാണ് അല്ലേ. മേ ബി അവരൊരു ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ആ ഒരു പഠിത്തത്തിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും, ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. ചിലപ്പം അതൊക്കെ ആയിരിക്കും ഈ ഒരു സെപ്പറേഷൻ ആവാനുള്ള കാരണം. മേ ബി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നുള്ള ഒരു ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി പെട്ടെന്ന് അവർക്ക് വന്നുകൊണ്ടായിരിക്കാം അവർ ചിലപ്പം അതുകൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുള്ളത്. ആക്ച്വലി ഇതൊക്കെയാണ് അവരുടെ കറന്റ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അവർ ആ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആണ്. ഓക്കെ, മേ ബി അവരെന്തെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടാവും. സോ ആ ഒരു സെപ്പറേഷനിൽ ശേഷം അവരിൽ കുറച്ച് കൂടെ ഫോക്കസ്ഡ് ആണ്. അവർ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹയർ സ്റ്റഡി അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും തുടർ പഠനത്തിനൊക്കെ പോയിട്ടുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ട്. അവർ ഇമോഷണലി എല്ലാം അൺഅവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. സോ ഇമോഷണലി എല്ലാം അവരിപ്പം ഓവർകം ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്. ഇപ്പം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്, ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠിത്തം, അങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ് അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അവരെ സംബന്ധിച്ചിടത്തോളം, സോ ഐ എം സോറി ടു ടെൽ യു ദിസ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആയിട്ടുണ്ട്. അവർ ഇമോഷണലി എല്ലാം ഓവർകം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം അവരെ ഓവറായിട്ട് ബോദർ ചെയ്യുന്നില്ല. സോ ഇപ്പം അവരിലാണ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ജോലി സംബന്ധമായിട്ടൊക്കെയാണ് അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ ഇഫ് ദേ ഹാവ് എനി പ്ലാൻ ടു കം ബാക്ക് ടു യുവർ ലൈഫ്. അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വല്ല പ്ലാൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഡു ദേ ഹാവ് എനി പ്ലാൻ ടു കം ബാക്ക്? നോട്ട് റിയലി. അവർക്ക് തിരിച്ച് വരണം എന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ തിരിച്ചു വരണം എന്നൊരു പ്ലാനിങ് അവർക്ക് ഉണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ അടുത്തൊന്നും തിരിച്ചു വരാൻ അവർക്കൊരു പ്ലാനും ഇല്ല. സോ കാരണം അവരിപ്പം അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ കം ബാക്ക് ടു യുവർ ലൈഫ്. I don't think they will come back to your life very soon. So don't expect them. Okay, so നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുള്ള വ്യക്തിയാണിത്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, മേ ബി ചിലപ്പം ഇവർ ഓൾറെഡി വേറെ മാരേജ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഓവറായിട്ടുണ്ട്. അവരിപ്പം അവരിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. അവരുടെ ഫാമിലി, അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത്, അവരുടെ കരിയർ, പഠിത്തം,
അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഓൾറൈറ്റ്, സോ അതൊക്കെയാണ് പിങ്ക് നെയിൽ പോളിഷ് നിങ്ങൾക്കുള്ള റീഡിങ്. ലെറ്റ്സ് മൂവ് ടു റെഡ് കളർ നെയിൽ പോളിഷ്. സോ റെഡ് കളർ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത ആൾക്കാർ, ലവേഴ്സ് ഇൻ സെപ്പറേഷൻ. വാട്ട് ഈസ് ദെയർ കറന്റ് സിറ്റുവേഷൻ? വാട്ട് ഈസ് ദെയർ കറന്റ് ഫീലിംഗ്? വാട്ട്സ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ഈസ് ദെയർ നെക്സ്റ്റ് മൂവ്? Lovers in separation, what is their current feeling? Lovers are in separation. Somebody's manifesting you. Somebody is manifesting you. Somebody manifesting to marry you. So this person is manifesting to marry you, okay? So നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് and they are dreaming about this life. I don't think you are actually in separation. സോ നിങ്ങൾ ശരിക്കും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ഇറ്റ്സ് ലൈക്ക് ടെമ്പററി സെപ്പറേഷൻ. സോ ഇറ്റ്സ് നോട്ട് എ സീരിയസ് സെപ്പറേഷൻ, ഐ വുഡ് സേ. സോ യു ആർ നോട്ട് സെപ്പറേറ്റഡ്, ഓക്കെ? മേ ബി യു ആർ നോട്ട് സെപ്പറേറ്റഡ്. ചിലപ്പോൾ നിങ്ങൾ ലൈഫിൻ്റെ ആ ഒരു നെക്സ്റ്റ്, അതായത് ലൈഫിൻ്റെ ഒരു പുതിയ ഫേസിലേക്ക് കിടക്കായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കിടക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. സോ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ. മേ ബി നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് കണക്ഷൻ, ഒരുപാട് സാമ്യം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ പോലെ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്യം, നിങ്ങളുടെ ലൈഫായിട്ട് ഒരുപാട് സാമ്യം തോന്നിയിട്ടുള്ള ഒരേപോലത്തെ ഫീലിങ്സ് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരേപോലത്തെ തോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ദിസ് കുഡ് ബി യുവർ ട്വിൻ ഫ്ലെയിം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ചെറിയ സെപ്പറേഷൻ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് തിങ്ക് ഇതൊരു സീരിയസ് സെപ്പറേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി നിങ്ങൾ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകുമ്പം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് മാത്രമാണത്, ഓക്കെ? സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡീപ്പ് കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതെന്നെ ആ വ്യക്തിക്കും തോന്നുന്നുണ്ട്. ആ വ്യക്തി നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു സ്വപ്നത്തിലെ ഒരാളാണ് നിങ്ങൾ. സോ ദേ ആർ ഡ്രീമിങ് എ ലോട്ട് അബൌട്ട് യു, ഓക്കെ? നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിട്ടുള്ളൊരു ജീവിതം, നിങ്ങളെ കല്യാണം കഴിക്കാനൊക്കെ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സെപ്പറേഷനിൽ ആണെന്നുണ്ടെങ്കിൽ, സോ ഇറ്റ്സ് ആക്ച്വലി എന്താ പറയുക, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ന്യൂ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് സമയമെടുക്കും, കുറച്ച് സ്ലോ പ്രോസസ്സാണ്. പതുക്കെ ആയിരിക്കും അത് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മാറ്റം വരിക, ഓക്കെ? സോ ഡെഫിനറ്റ്ലി ഇവർ തന്നെയായിരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നുണ്ടാവുക. സോ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു സെപ്പറേഷനിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് ഒന്നുമില്ല, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു സെയിം ഫീലിങ്സ്, നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിങ്സ് തന്നെ അവർക്കും തോന്നുന്നുണ്ട്. സോ രണ്ടാൾക്കും ആ ഒരു മ്യൂച്വൽ ലവ്, അല്ലെങ്കിൽ ആ മ്യൂച്വൽ കെമിസ്ട്രി, ഫീലിങ്സ് എല്ലാം മ്യൂച്വൽ ആണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. സോ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള വിവാഹം, നിങ്ങളായിട്ടുള്ള ജീവിതം, എവറിത്തിങ് ദേ ആർ ഡ്രീമിങ് അലോട്ട്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി സോ ഇപ്പം നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആ ഒരു റീയൂണിയനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്, വളരെ പതുക്കെയാണ് വരുന്നത്. ബട്ട് ദിസ് പേഴ്സൺ ഈസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് അവർക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഒരു ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ വരേണ്ടതെന്ന് അവർക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, ഓക്കെ? നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഈ ഒരു പുതിയൊരു ബിഗിനിങ്, അവരുടെ കൂടെയുള്ളൊരു പുതിയ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് വളരെ സ്ലോ ആയിട്ടാണ് ഇത് വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു റീയൂണിയൻ വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയില്ല. ദേ ആർ കോൺഫിഡൻറ്റ് ദാറ്റ് നിങ്ങൾ അവരുടേതാണ് എന്നൊരു കോൺഫിഡൻറ്റ് അവരുണ്ട്. കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് സോ ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പുതിയ ബിഗിനിങ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ അത് കുറച്ച് സമയം എടുക്കും. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. സോ അതാണ് റെഡ് കളർ നെയിൽ പോളിഷ് സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ റീഡിങ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.